എയർപോർട്ടിൽ ഒരു ഭയങ്കര കുറെ നേരത്തെ ജേർണി കഴിഞ്ഞ് വന്ന് ഞാൻ ഇത് ലഗേജ് എടുക്കാൻ നിൽക്കുക, വെറുതെ അങ്ങോട്ട് പോയിട്ട് വെറുതെ ആ നടന്നു പോകുന്നവര് ഏതോ ഒരു അങ്കിള് എന്നോട് ആ തടിച്ച കേട്ടോ കമന്റ് ചെയ്ത് അങ്ങ് പോയി. അപ്പൊ തന്നെ തിരിച്ചു ചോദിക്കണ്ടേ കളവനായല്ലോ. ഞാൻ പെട്ടെന്ന് ഷോക്കായി. പിന്നെ എവിടുന്ന വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് സ്വയം നൽകുന്ന ഒരു മാർക്ക്? ഞാൻ ഫുൾ മാർക്ക് കൊടുക്കും. ഇനി അതിന് മറ്റുള്ളവരോ പറയുന്നത് നമ്മളെങ്കിലും വിശ്വസിക്കണ്ടേ അതിന്. ക്രിമിനൽ മൈൻഡഡ് ആണെന്നുള്ള ഇതുണ്ട്. ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ പീപ്പിൾ തിങ്ക് ഐ എം വെരി സീരിയസ്. പക്ഷെ സംസാരിച്ച് കഴിയുമ്പം ബുദ്ധിജീവിയാണെന്ന് ചിലപ്പോൾ ചിന്തിക്കും. അതാരാ ചിന്തിച്ചത്? ഡോക്ടറാണ്, അതുകൊണ്ട് തെറ്റിദ്ധാരണ പറയാൻ പറ്റില്ല. സ്വന്തമായിട്ട് ധാരണയുള്ളത് വലിയ കാര്യമാണ്. എവിടേക്കോ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്ന് റെക്ടിഫൈ ചെയ്യണം എന്ന് തോന്നി. കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് നല്ല സിനിമകളുടെ ഭാഗമാവണം എന്നും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നും ഒക്കെ. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരുന്നപ്പോൾ ഒത്തിരി പേര് വിഷമം പറഞ്ഞിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ പയ്യെ പയ്യെ ഞാൻ അറിയാതെ ഇതിലുണ്ടായ മാറ്റങ്ങളും ഒക്കെയാണ് അതിന് കാരണം. ഇപ്പം മലയാളത്തിലെ ഒരുപാട് ആക്ടേഴ്സ് ഇപ്പൊ തമിഴിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഞെട്ടിക്കുന്നുണ്ട്. സോ ആസിഫിക്ക് എപ്പോഴും തമിഴിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്? സാധ്യതകളുണ്ട്, ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ബാക്കി ഏത് ഭാഷകളേക്കാൾ കൂടുതൽ എൻ്റെ അടുത്ത് വന്ന സിനിമകൾ നല്ലത് മലയാളത്തിൽ നിന്നായിരുന്നു. പിന്നെ എനിക്ക് അതർ ലാംഗ്വേജസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ആയിട്ടില്ല. ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ ഒത്തിരി മോശമാണ്. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു, കുറച്ച് പോപ്പുലറായി, കുറച്ച് ഫെമിലിയർ ഫേസ് ആയി കഴിയുമ്പോൾ നമ്മളൊക്കെ പറയുന്നത് എല്ലാം കൃത്യമാണെന്നും ഭയങ്കര ഇന്റലക്ച്വൽ ആയുള്ള മറുപടികൾ നമ്മുടെ അടുത്ത് വരും എന്നുള്ള പ്രതീക്ഷ ഭയങ്കര തെറ്റാണ്. ഞാനൊക്കെ പോയി പലതും പറഞ്ഞ് പണ്ടത്തിരുത്തി ചാടിയിട്ടുണ്ട്. ചിലതൊക്കെ വായിന്ന് വീണ് പോണതാണ്. ചിലത് നന്നാവും, ചിലത് കുളമാവും. ഞാനൊന്നിനും ഒബ്ജക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ഒരു പോളിസി ഞാൻ പിള്ളേരോടും പറയാറുണ്ട്. ഞാനത് ഈയിടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ആരാണ്ട് വന്നു. ഞാൻ ഐ എം നോട്ട് ആൻസറബിൾ ടു ഓൺലി വൺ പേഴ്സൺ ഇൻ മൈ വൈഫ്. എനിക്ക് സൊസൈറ്റിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം ജീവിക്കാൻ. അവർ എന്നെക്കുറിച്ച് നല്ലത് പറയണം, ഇവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം. അതുണ്ടാവില്ല. നമ്മുടെ അയലോക്കത്തിരുന്ന് നമ്മുടെ കുറ്റം പറയുന്നത്, നമ്മൾ ഈ പറയുന്നത് നമ്മുടെ അയലോക്കക്കാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇതൊക്കെ ഉണ്ട്. അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ പെർഫെക്റ്റ് അല്ല, ഒത്തിരി കുറ്റവും കുറവുമുണ്ട്. അത് ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് രണ്ട് പേര് ചില സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആണോ എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ കഴിവ്, എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കുറച്ചേരം ഇങ്ങനെ പോയിട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ ചേട്ടൻ ഇങ്ങനെ ഉദ്ദേശിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ദൃശ്യം 3 വരുമ്പോൾ ഒരു ഇപ്പോൾ കുറ്റബോധമുള്ള ഒരു നായകനായിരിക്കുമോ ഈ സിനിമയിൽ? ഹായ് ഹലോ നമസ്കാരം. സൈന സർപ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മി ഷിജിന ജോസ് പ്രകാശ്. മിറാഷ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ് ഇന്നെ കൂടെ ജോയിൻ ചെയ്യുന്ന. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആസിഫ് അലി, ജിത്തു ജോസഫ് കോംബോ വീണ്ടും എത്തുന്നു എന്നൊരു സന്തോഷമുണ്ട്. ആൻഡ് കൂമന് ശേഷം മിറാഷ് എത്രത്തിലൊരു പടമാണ്, എന്താണ് പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? ഒരു എൻ്റർടൈനർ, നല്ലൊരു എൻ്റർടൈനറാണ്. ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. കുറച്ചുകൂടെ ഇമോഷനുണ്ട്, കുറച്ചുകൂടെ ഇവൻറ്റ്ഫുള്ളായിരുന്നു സിനിമ. അതിങ്ങനെ ഒരു സംഭവത്തിന് കുറേ അടുത്ത സംഭവങ്ങൾ അങ്ങനെ പോകുന്ന വേറൊരു പാറ്റേൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമോഷൻ ലെവൽ കുറച്ച് താഴ്ന്നു നിൽക്കും ഇതിന്. പക്ഷേ എനിക്ക് പറഞ്ഞ ഒരു ക്ലീൻ എൻ്റർടൈനർ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിന് ഒരു 2-2.5 മണിക്കൂർ ഇരുന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാധനം. അതാണ് മിറാഷ്. നിങ്ങളെ 4 പേരോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ജിത്തു ജോസഫ് എന്നൊരു ഡയറക്ടറെ കൂടെ വർക്ക് ചെയ്യണം കാത്തിരിക്കാൻ ഒത്തിരി പേരുണ്ട്. ശരിക്കും നിങ്ങൾ ഇതിലേക്ക് ഇന്നാവുന്നത് ജിത്തു ജോസഫ് എന്ന ഡയറക്ടറാണോ ഈ കഥയാണോ? രണ്ടും ഉണ്ട്. കാരണം ഞാൻ കൂമൻ കഴിഞ്ഞതിന് ശേഷം കൂമൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അത്രയും ഭയങ്കര ഒത്തിരി നല്ല സിനിമകൾ ചെയ്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്തൊന്നും അല്ല ജിജേട്ടൻ എന്നെ വിളിച്ചിട്ട് കൂമന്റെ കഥ പറയുന്നത്. അപ്പൊ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ക്യാരക്ടർ വായിച്ചു കഴിഞ്ഞപ്പോൾ ആസിഫ് ആപ്റ്റായെന്ന് തോന്നി. അപ്പൊ അദ്ദേഹത്തിന് ആ സ്ക്രിപ്റ്റിലുള്ള കോൺഫിഡൻസ് ആണ് അതിൻ്റെ അകത്തേക്ക് ഒരു ആക്ടറിനെ കൊണ്ടുവന്നിട്ട് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളത്. അപ്പൊ അത് തന്നെയായിരുന്നു ശരിക്കും മിറാഷിലേക്ക് വിളിച്ചപ്പോഴും എനിക്കുണ്ടായൊരു കോൺഫിഡൻസ്. അത് എനിക്ക് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഇതിൽ ഞാൻ ചെയ്യുന്ന അശ്വിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ വിളിപ്പിച്ചത്. പിന്നെ തീർച്ചയായിട്ടും ജിത്തു ജോസഫ് സിനിമ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് കൂമിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയും കൂടെ ചെയ്യുമ്പോൾ എക്സ്പെക്ടേഷൻ കൂമിനേക്കാൾ ഹൈ ആയിരിക്കും. അപ്പോൾ അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേയും ഇതിനുണ്ടായിരുന്നു. അപ്പം ഇത്
ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വായിച്ചിട്ടാണ് ഈ ഇത് സിനിമയാക്കാം, അല്ലെങ്കിൽ ഇതൊരു സിനിമയ്ക്കുള്ള സ്ക്രീൻ പ്ലേ അടിപൊളിയാണെന്നൊക്കെ നമ്മൾ ഒരുമിച്ചാണ് തീരുമാനം എടുത്തത്. അപ്പൊ ചേട്ടൻ വിളിച്ച് ഇതിങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഭയങ്കര രസമുള്ള, ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലത്തെ കുറെ എലമെന്റ്സ് ഉള്ള കാര്യങ്ങളുണ്ട്. ആ സ്ക്രീൻ പ്ലേയുടെ ഒരു ഭംഗിയുണ്ട്. അങ്ങനെയൊക്കെയാണ് സിനിമ സംഭവിച്ചത്. ആൻഡ് ഈ പറഞ്ഞ ഹിറ്റ് കോംബോക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. ഈ സിനിമയുടെ ഭാഗമാവുന്നത് എങ്ങനെയാണ്? ഇതുപോലെ ജിത്തു സാർ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞൊരു അടുത്തൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതില് അപർണയും കൂടെ വന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് സാറിന്റെ സിനിമയിൽ ഒരു ഭാഗമാവാൻ പറ്റാന്നുള്ളത്. അപ്പം സാറിൻ്റെ അവിടെ പോയി കഥ കേട്ട് കഴിഞ്ഞപ്പം കുറേ കൂടെ എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം എനിക്ക് ഞാൻ സാറിൻ്റെ കൂടെ ഓൾറെഡി ഒരു പടം മിസ്റ്റർ ആൻഡ് മിസ് റൗഡി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ട് അത് വേറൊരു ജോണറായിരുന്നു. പിന്നെ സാറിന്റെ ത്രില്ലേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര ഫാൻസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവുന്നതും എനിക്ക് വേറൊരു എക്സൈറ്റിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ അപ്പോഴേക്കും ഓൾറെഡി ആസിഫ് ഖാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടി നമുക്ക് ഭയങ്കരമായിട്ട് ഓക്കെ യെസ് എന്നുള്ളൊരു ഇത് പറയാൻ ഇമ്മീഡിയറ്റ്ലി പറയാവുന്ന ഒരു എല്ലാ എലിമെന്റ്സും ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ആദ്യം ഇതിലേക്ക് വരുന്നത്. ഹനിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ചൊരു കഥാപാത്രം സമ്മാനിച്ച ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ കഥാപാത്രം എങ്ങനെയാണ്? അതുപോലെ ഞെട്ടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? അല്ല, അത് സിനിമ കാണുമ്പോൾ പറയാം. റൈറ്റ് നൗ വാട്ട് ഐ ക്യാൻ സേ ഐ എം പ്ലേയിങ് എ കൊലീഗ്. അഭിരാമിയുടെ കഥാപാത്രമാണ് അപർണ ചെയ്യുന്നത്. സോ അഭിരാമിയുടെ കൂടെയുള്ള ഫ്രണ്ട്. ഐ എം വെരി പ്രൊട്ടക്റ്റീവ്. എപ്പോഴും ലൈക്ക് വാട്ട് എവർ ഡിസിഷൻസ് ഹി ടേക്സ് ഞാൻ എപ്പോഴും ഒന്ന് കോൺഷ്യസ് ആണ്, അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ മേ ബി ഐ ഓവർ തിങ്ക്. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഋതിക. പിന്നെ ഇതിനകത്തേക്ക് വരാൻ നേരം ഞാൻ കൂടുതൽ ചിന്തിക്കുന്നില്ല. കൂമൻ പോലൊരു സിനിമ തന്നു ജിത്തു സാർ. ആൻഡ് ദെൻ എനിക്ക് സാറ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഹന്ന അപർണ ലീഡ് ചെയ്യുന്നൊരു സിനിമയാണ്, യു ആർ കൊളീഗ്, ആർ യു ഓക്കെ ടു ടേക്ക് ഇറ്റ്? എനിക്ക് വേറൊന്നും ചിന്തിക്കേണ്ട, ബിക്കോസ് ഞാൻ സ്റ്റോറി അതൊന്നും അല്ല. ബിക്കോസ് ഫോർ മീ ഐ നോ ദാറ്റ് വർക്കിംഗ് വിത്ത് ഡയറക്ടേഴ്സ് ലൈക്ക് ഹിം ഇസ് കൈൻഡ് ഓഫ് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന കാര്യമാണ്. ആൻഡ് നമുക്ക് പഠിക്കാൻ പറ്റും. കാര്യം എനിക്ക് ഒരു ആക്ട്രസ് എന്ന നിലയ്ക്ക് ഓരോ സീനിലും സാറ് പറഞ്ഞു തരുന്നതൊക്കെ വാല്യുബിൾ ലെസൺസാണ്. അപ്പം അത് കിട്ടാനുള്ള സാഹചര്യം കിട്ടാന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ സെക്കൻഡ് തോട്ട്, ഓൾവേസ് ഇറ്റ്സ് എൻ എസ്. ഹക്കീമിന്റെ പടങ്ങൾ കാണുന്ന സമയത്ത് ഈ 20-ൽ കൂടുതൽ പടങ്ങൾ ചെയ്യുന്ന പടങ്ങളിലെല്ലാം ചെയ്യുന്ന കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ സിനിമയിൽ എന്തൊക്കെയുള്ള കഥാപാത്രമാണ്? എൻ്റെ ഈ സിനിമയിലെ കഥാപാത്രത്തിന് ഒരു കിരൺ എന്നാണ്. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ എല്ലാവരുടെയും കൊളീഗാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ഭാഗമായിട്ടൊരു മൊമെന്റിൽ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. ബാക്കി സിനിമയുടെ മൂഡ് സാറ് പറഞ്ഞ പോലെ അതിനോട് ഒത്തുചേർന്ന് പോകുന്ന ഒരു പരിപാടി. ഇപ്പൊ ഒരു കരിയറിലൊരു ചേഞ്ചസ് എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ 2025 റിലീസ് ആയിട്ടുള്ള പടങ്ങൾ നോക്കുകയാണെങ്കിലും ആസിഫിയുടെ കരിയറിൽ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചേഞ്ചിന് റീസൺ എന്താണെന്ന് തോന്നിയിട്ടുണ്ടോ? എവിടെയൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്ന് റെക്ടിഫൈ ചെയ്യണം എന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഇത് പെട്ടെന്ന് സംഭവിച്ചല്ല, ഇത് 2024 പെട്ടെന്ന് സംഭവിച്ചതല്ല. ഇതിനു വേണ്ടി കുറെ നാളായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രശ്നങ്ങൾ എന്ന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നൊരു ഗ്രാജുവലി വന്ന ഒരു മാറ്റമാണ്. കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് നല്ല സിനിമകളുടെ ഭാഗമാവണം എന്നും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നും ഒക്കെ. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരുന്നപ്പോ ഒത്തിരി പേര് വിഷമം പറഞ്ഞിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ പയ്യെ ഞാൻ അറിയാതെ ഇതിലുണ്ടായ മാറ്റങ്ങളും ഒക്കെയാണ് അതിന് കാരണം. ഞാനിപ്പോ ടിക്കറ്റ് ആക്കാന്ന് വെച്ചിട്ടൊരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കുറച്ചൊരു സമയമെടുക്കുന്ന സിനിമയാണ്. ഓൾമോസ്റ്റ് ഒരു 150 ഡേയ്സോളം ഷൂട്ടുണ്ട് അതിന്. അപ്പൊ അതാണ് കുറച്ച് നാളായിട്ട് ഈ കൊലത്തിരിക്കുന്നത്. എനിക്കത് വരുമ്പോൾ തന്നെ ആസിഫൊക്കെ മെലിഞ്ഞു എന്നാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വിഷമായി പോയി മെലിഞ്ഞു കണ്ട സമയത്ത്. ഞാൻ മെലിഞ്ഞു എന്നുള്ളതിനേക്കാൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതിനെ പറ്റി ഓർത്ത് വിഷമിച്ചാൽ മതി. പക്ഷെ ഈ ഫുഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് കൺട്രോൾ ചെയ്യാം. ഇപ്പൊ വെയിറ്റ് കുറക്കുന്ന പോലെ തന്നെ കൂട്ടാന്ന് പറയുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പൊ ഈ വെയിറ്റ് കുറക്കുന്ന ഒരു ഫുഡ് എന്ന നിലയിൽ ആസ്വദിച്ചത് കുറച്ചാണ്. പക്ഷെ ആ സിനിമയും ആ ക്യാരക്ടറും അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ രോഹിത്തായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഒക്കെ ഫിക്സ് ചെയ്ത സമയത്ത് ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഞാനും അങ്ങനെ ഈ ഒരു മസ്കുലർ അങ്ങനത്തെ ഒരു കാര്യം എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അത് ഒന്ന് ചെയ്യണം, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നമ്മൾ സ്വയം ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ശ്രമം എടുത്ത് നോക്കിയത്. ഇപ്പൊ തടി വെക്കാൻ പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ കെട്ടോണന്റെ മാലയുടെ സ്ക്രിപ്റ്റ് പറയാൻ വരുമ്പോൾ ആദ്യം തന്നെ നിസാം എൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് തടിച്ചിട്ടുള്ള നല്ല കവിളൊക്കെ ഉള്ള കുറച്ച് കുമ്പയൊക്കെ ഉള്ള ഒരാള് വേണം,
ശ്രീവാച്ചന്റെ ലുക്ക് അതാണെന്ന് പറഞ്ഞു. അത് എന്തൊരു സുഖമായിരുന്നു. അതിനുവേണ്ടി ഞാൻ അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു ഞാൻ. തിരിച്ച് കുറയ്ക്കാനാണ് പാട്. തിരിച്ച് കുറയ്ക്കാനാണ് പാട്. ഇപ്പം മലയാളത്തിലെ ഒരുപാട് ആക്ടേഴ്സ് ഇപ്പൊ തമിഴിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഞെട്ടിക്കുന്നുണ്ട്. സോ ആസിഫിക്ക് എപ്പോഴും തമിഴിലേക്ക് പോകാൻ ഒരു സാധ്യതയുണ്ടോ? സാധ്യതകളുണ്ട്, ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ബാക്കി ഏത് ഭാഷകളേക്കാൾ കൂടുതൽ എൻ്റെ അടുത്ത് വന്ന സിനിമകൾ നല്ലത് മലയാളത്തിൽ നിന്നായിരുന്നു. നമ്മൾ ഇപ്പം പൊതുവേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി മൊത്തത്തിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആളുകൾ സംസാരിക്കുന്നതും അതാണ്. ഭയങ്കര രസമുള്ള സിനിമകൾ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സ് കൂടുതൽ വരുന്നത് മലയാളത്തിൽ നിന്നാണ്. പിന്നെ എനിക്ക് അതർ ലാംഗ്വേജസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ആയിട്ടില്ല. ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഞാനൊരു ഒത്തിരി മോശമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് വന്ന് അതിന് വേർത്തായിട്ടുള്ള ഒരു പ്രൊജക്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം. അത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, എൻ്റെ മേളിൽ വരുന്ന ബിസിനസ്സും എൻ്റെ സിനിമകൾക്ക് ഉണ്ടാവുന്ന റീച്ചിനും ഒക്കെ അത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പം നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു പ്രൊജക്ട് വന്നാൽ ഉറപ്പായിട്ടും ചെയ്യും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ സൗബിക്കയുടെ ഡാൻസ് ഇപ്പൊ മാൻ ഫയർ അടിപൊളിയാണ്. സൗബിയുടെ ഒരു എനർജി കാര്യം നമ്മൾ അതിൻ്റെ അകത്ത് വേറെ ആരെയും ശ്രദ്ധിക്കാത്ത രീതിയിൽ സൗബി അത് കൊണ്ടുപോയി. ശരിക്കും ഈ മലയാളത്തിൽ നിന്ന് ടെക്നീഷ്യൻസും ആക്ടേഴ്സും അതർ ലാംഗ്വേജ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവർ പറയുന്നതാണ്, അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാവുക. നമ്മുടെ പൊട്ടൻഷ്യൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമുക്കൊരു മിറാഷ് റൗണ്ടിലേക്ക് പോവാം. അതായത് നിങ്ങളെ തന്നെ ദൂരെ ഇരുന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് ശരിക്കും പറയേണ്ടത്. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്യാരക്ടറിൽ ഈ ഒരു സ്വഭാവം മാറ്റണം എന്ന് തോന്നുന്നത് അതെന്തായിരിക്കും? മടി. മടി എന്താണ് പറയാറ്? ഈ ചെറുപ്രായത്തിൽ എന്തുകൊണ്ടാ? അല്ല, ഞാൻ പൊതുവെ കുറച്ച് ലേസിയാണ്. എപ്പോഴും വീട്ടിൽ വെറുതെ ഇരിക്കുക, എന്തെങ്കിലും ഗെയിം കളിക്കുക, ഇതൊക്കെയുള്ളൂ. അതൊന്നും മാറ്റണമെന്നുണ്ട്. ഞാൻ ഈ പൊതുവെ കോംപ്ലിമെൻ്റ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സാർ എനിക്ക് ഉള്ളിലുണ്ട്, നമുക്കതുണ്ട്. പക്ഷെ എനിക്കതിങ്ങനെ അങ്ങനെ പറയാൻ പെട്ടെന്ന് വരില്ല. അതിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല സീരിയസ്ലി. കാരണം അത് ഞാൻ കുറച്ച് നാളായി അത് നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. പ്രത്യേകിച്ചും നമ്മളതെപ്പോഴും കൂടുതൽ മനസ്സിലാകുന്ന നമ്മുടെ മക്കൾ നമ്മളോട് പറയുമ്പോഴാണ്. ഡാഡി കുറച്ചുകൂടെ ശരിയാ, ഡാഡി ഭയങ്കര ജെന്യുവനായിട്ട് അങ്ങനെയൊക്കെയാണ്, പക്ഷെ അതൊന്ന് കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇതാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അങ്ങനത്തെ ഇച്ചിരി ഒരു പുറകോട്ടാണ് ഞാൻ. വലിയ മാറ്റങ്ങളൊന്നും വരുന്നത് ഞാൻ ഉള്ള പരിപാടിയിലൊക്കെ ഹാപ്പിയാണ്. ഇല്ല, വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും എന്തായാലും ഇല്ല. എന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ ആലോചിച്ചു കൂട്ടും കുറെ അത് നല്ലതാ മാറ്റുന്ന കേട്ടോ. അത് ശരി, അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കാര്യം ഭയങ്കരമായിട്ട് അതിനെ നമ്മളെ മനസ്സിൽ തന്നെ ബ്ലോ അപ്പ് ചെയ്തിട്ട് ഒരു ലെവലാക്കാം. അത് എനിക്ക് ഇടയ്ക്ക് തോന്നാം. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ വെറുതെ ഓവർ തിങ്ക് ചെയ്യാറുണ്ടെന്ന് തോന്നാറുണ്ട്. അതാണ് മാറ്റുന്നുണ്ട്. ഇത് തന്നെയാ, ഈ തിങ്കിങ് തന്നെയാണ് ഓവർ തിങ്കിങ്. ചെറിയൊരു പ്രശ്നമായിരിക്കും, ചിലപ്പം അതൊരു പ്രശ്നമേ ആയിരിക്കില്ല. ഞാനിത് ചിന്തിച്ച് അതൊരു പ്രശ്നമാക്കിയിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങും. അത് മാറ്റണം. അതായത് പെൺകുട്ടികൾക്കായിരിക്കും ഇത് കൂടുതൽ. എനിക്കുണ്ട്, അത് ഞാൻ മാറ്റിക്കളന്നാ. ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുകയും ഓവർ തിങ്കിങ് കുറച്ച് സമയം എടുത്തു. ഞാനിങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് എടുക്കുമ്പോൾ ഞാൻ ഇത് പ്രശ്നമാകുമെന്ന് നോക്കുമ്പോൾ പതുക്കെ ഞാനെടുക്കില്ല. ഇത് ഭൂമി ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല, ഇത് അങ്ങനെയാണ് അതിനെ തന്നെ ഫേസ് ചെയ്ത് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചുമ്മാ നമ്മൾ ആലോചിച്ച് കൂട്ടുന്നത്. എനിക്കൊരു 1-2 വർഷം എടുത്തത് മാറ്റി. കാരണം അത് മൈൻഡിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വരരുത് എന്ന് പറയാൻ പറ്റത്തില്ല, അത് വരും. വന്നു കഴിയുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത്, നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് സ്വയം നൽകുന്ന ഒരു മാർക്ക്? ഞാൻ ഫുൾ മാർക്ക് കൊടുക്കും. മറ്റുള്ളവരോ പറയുന്നത് നമ്മളെങ്കിലും വിശ്വസിക്കേണ്ടത്. പൊതുവെ ഇപ്പൊ സിനിമ ഭയങ്കര എളുപ്പ, ആക്ടിങ് ഭയങ്കര എളുപ്പ, ഡയറക്ഷൻ ഭയങ്കര എളുപ്പമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറിയാം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്തൊരു സംഭവം വളരെ ഈസി അല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരിക്കും റിയാക്ഷൻ എന്താ? അതെല്ലാം ഏത് കാര്യമാണ് ഈസി. കുക്കിങ് പുറമേ നന്നായിട്ട് കുക്ക് ചെയ്യുന്നവന് കാണുമ്പോൾ ഇതൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാത്തിനും ഇപ്പോൾ സിനിമ ഡയറക്ഷനോ അല്ലെങ്കിൽ അഭിനയോ മേക്കപ്പോ ഫോട്ടോഗ്രാഫിയോ എല്ലാത്തിനും അതിൻ്റെതായ എഫേർട്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ എഫേർട്ട് ഇടണം. അങ്ങനെ ഇറ്റ്സ് നോട്ട് ഈസി.
ആസിഫ എങ്ങനെ അതിന് കാണുന്നത്? എല്ലാവരുടെയും നമുക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഈസിയാ ഭയങ്കര ഈസിയാണെന്ന് പറയാം. അത്രേ ഉള്ളൂ. ആളുകൾ നിങ്ങളെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ അത് മാറേണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് തോന്നുന്ന ഒരു കാര്യം എന്താ ഉണ്ടോ? അങ്ങനെ നിങ്ങളെല്ലാം പറയട്ടെ, ഞാൻ നേരത്തെ ഒന്ന് ആലോചിക്കട്ടെ. തെറ്റിദ്ധാരണ എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, പക്ഷെ അത് മാറേണ്ടത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഒരു ക്രിമിനലാണ് രക്ഷിച്ചു. എനിക്ക് കിട്ടി ക്രിമിനൽ ആണ് ക്രിമിനൽ മൈൻഡഡ് ആണെന്നുള്ള ഒരു ഇതുണ്ട്. നമ്മുടെ എഴുത്തുകളുണ്ടല്ലോ, എപ്പോഴും നമ്മളെ സിനിമ കാണുമ്പോൾ ഇത് റിയൽ ലൈഫിൽ സംഭവിച്ചതാണോ അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുമല്ലോ. സോ അങ്ങനത്തെ കുറെ ട്രോളുകളും ചോദ്യങ്ങളും കേട്ടിട്ടുണ്ടാവില്ലേ? അല്ല, ട്രോളുകൾ കണ്ടിട്ടുണ്ട്. എന്നോട് ചിലരുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഓക്കെ. നിങ്ങൾക്ക് വാട്ട് വാസ് ഇറ്റ്? ലൈക്ക് ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ പീപ്പിൾ തിങ്ക് ഐ എം വെരി സീരിയസ്. പക്ഷെ സംസാരിച്ച് കഴിയുമ്പം ബുദ്ധിജീവിയാണെന്ന് ചിലപ്പോൾ ചിന്തിക്കും. മിണ്ടാതെ ഡോക്ടറാണ്, തെറ്റിദ്ധാരണ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, പീപ്പിൾ തിങ്ക് ലൈക്ക് ഫോർ എക്സാമ്പിൾ ചില സെറ്റിൽ ഇനീഷ്യൽ ഡയറക്ടേഴ്സ് ഒക്കെ മീറ്റ് ചെയ്യുമ്പോൾ എന്നെ ഭയങ്കര സീരിയസ് ആണെന്ന് വിചാരിച്ച് കാസ്റ്റ് ഒക്കെ ചെയ്ത് ഷൂട്ടിങ്ങിന്റെ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ അത് മനസ്സിലാവും ചെറിയ കളി പോയിട്ടുണ്ട്. അങ്ങനെയല്ല, ബേസിക്കലി ലൈക്ക് ദാറ്റ്. സ്വന്തമായിട്ട് ധാരണയുള്ളത് വലിയ കാര്യം. ഭീകരമായിട്ടുള്ള തെറ്റിദ്ധാരണ അറിയുന്ന ആൾക്കാരായിട്ട്. പിന്നെ പൊതുവെ ഞാൻ തടിക്കുന്നുണ്ടോ മെലിയുന്നുണ്ടോ എന്ന് നോക്കി കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ലൈക്ക് എന്താ ചെയ്യുന്നത്, തടിച്ചാലും കുറെ അഭിപ്രായം. ഞാൻ പിന്നെ ഒരു സത്യം പറഞ്ഞ ഭയങ്കര ഏറ്റവും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഞാൻ അതിലാണ്. ഞാനിപ്പോൾ ഐ ഡോണ്ട് കെയർ എന്നുള്ളതിൽ തന്നെ ഞാൻ എന്തായിരുന്നാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ളതിലാണ് ഞാൻ നടക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലും എടുത്താൽ ഈ ഓവർ തിങ്കിങ് ഇല്ലാതായിക്കോളും. അതെ, സിമ്പിൾ, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കുറെ സമയം എടുത്തു. ആദ്യം ഈ പറഞ്ഞ മാതിരി എന്ത് ചെയ്താലും ആൾക്കാര് ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കി ഇരുന്ന് ഒത്തിരി എല്ലാത്തിലും, ഇപ്പൊ ഇന്റർവ്യൂസിലാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും വെറുതെ ഞാനൊരു ദിവസം എയർപോർട്ടിൽ ഒരു ഭയങ്കര കുറെ നേരത്തെ ജേർണി കഴിഞ്ഞ് വന്ന് ഞാൻ ഇത് ലഗേജ് എടുക്കാൻ നിൽക്കുക, വെറുതെ അങ്ങോട്ട് പോയിട്ട് വെറുതെ നടന്നു പോകുന്ന ഏതോ ഒരു അങ്കിൾ എന്നോട് തടിച്ച കേട്ടോ കമന്റ് ചെയ്തങ്ങ് പോയി. പുള്ളി വേറെ വർത്താനമൊന്നുമില്ല. ഞാനപ്പോ ഇങ്ങനെ നോക്കിയത് എൻറ്റയർ എയർപോർട്ട് നോക്കി ഇയാൾ എന്തെന്നായി വിളിച്ചു പോയി പോയെന്നുള്ളത്. അപ്പൊ അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഫേസ് ചെയ്യാൻ. പിന്നെ ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി അതിലേക്ക് ഞാൻ സാച്ചുറേറ്റഡ് ആയിട്ട് ഞാൻ ഇനിയിപ്പം എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഇതിലേക്ക് എത്തിയത്. ഞാൻ പെട്ടെന്ന് ഷോക്കായി. പിന്നെ എവിടുന്ന വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയൊക്കെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കുറെ കഴിഞ്ഞപ്പം സാച്ചുറേറ്റഡ് ആയി. ഓക്കെ, ഈ നമ്മളൊരു ഹക്കീമിന്റെ കൂടെ പറയട്ടെ, ഞാൻ തെറ്റിദ്ധാരണ എന്തായാലും തിരുത്താൻ നിൽക്കാറില്ല. എന്താ ധാരണ അറിഞ്ഞാലല്ലേ തിരുത്താൻ പറ്റുള്ളൂ. അതിനെ പറ്റി ചിന്തിക്കണില്ല. ഇപ്പൊ നിങ്ങളൊരു സെലിബ്രിറ്റി ആകുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾ അത് ഏറ്റെടുക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അത് കൊണ്ടുപോവുക ചെയ്യല്ലോ. ആ സമയത്ത് ചിലപ്പം പ്രതികരിക്കണം എന്നാണ് ശ്രദ്ധിക്കുക. ആസിഫയ്ക്കൊക്കെ പ്രതികരിക്കും, പക്ഷെ ചില സമയത്ത് നമുക്ക് സൈലന്റ് ആയി മതിയാവുന്ന സിറ്റുവേഷൻ വരില്ലേ? പക്ഷെ അതെങ്ങനെ നിങ്ങൾ ഒരു സെലിബ്രിറ്റി ലൈഫിൽ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഒരു തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്യാനുണ്ട്. അതായത് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു, കുറച്ച് പോപ്പുലറായി, കുറച്ച് ഫെമിലിയർ ഫേസ് ആയി കഴിയുമ്പോൾ നമ്മളൊക്കെ പറയുന്നത് എല്ലാം കൃത്യമാണെന്നും ഭയങ്കര ഇന്റലക്ച്വൽ ആയുള്ള മറുപടികൾ നമ്മുടെ അടുത്ത് വരും എന്നുള്ള പ്രതീക്ഷ ഭയങ്കര തെറ്റാണ്. നമ്മൾ സിനിമകൾ ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട്, ആളുകൾ നമ്മളോടൊരു പ്രത്യേക സ്നേഹം കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഭയങ്കര സംഭവമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതെല്ലാം കൃത്യമാവണമെന്നോ ഒന്നുമില്ല. തെറ്റ് പറ്റാം, മണ്ടത്തരം പറയാം, അതിനൊക്കെ ഉള്ള സാധ്യതകൾ നമ്മളുടെ അടുത്ത് നിന്ന് വരും. പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻ ഹോട്ടായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ശരിയാ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ എപ്പോഴും നല്ല ഭയങ്കര എന്താ അർത്ഥവത്തായി സംസാരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഇൻഡസ്ട്രിയിലുണ്ട് കേട്ടോ. ഒത്തിരി നല്ല വിവരമുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെയൊന്നുമല്ല. ഞാനൊക്കെ ഇപ്പൊ ഈ പലതും പറഞ്ഞ് പണ്ടത്തിരുത്തി ചാടിയിട്ടുണ്ട്. ചിലതൊക്കെ വായത് വീണ് പോണതാണ്, ചിലത് നന്നാവും, ചിലത് കുളമാവും. ഞാൻ മൊത്തത്തിൽ സൈലന്റാ. കാരണം എന്നറിയോ, ഞാനെല്ലാം അഡ്മിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ വലിയ അങ്ങനത്തെ ഡയറക്ടറൊന്നുമല്ല, നിങ്ങൾ ഇത് ഓവർ ഞാനാണ്, നിങ്ങളുടെ മേക്കിംഗ് ഞാനാണ്, ഞാനൊന്നിനും ഒബ്ജക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ഒരു പോളിസി ഞാൻ പിള്ളേരോടും പറയാറുണ്ട്. ഞാനത് ഈയിടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ആരാണ്ട് വന്നു. ഞാൻ ഐ എം നോട്ട് ആൻസറബിൾ ടു ഓൺലി വൺ പേഴ്സൺ ഇൻ മൈ ലൈഫ്, മൈ വൈഫ്.
ഈവൻ മക്കളോട് പോലും ഞാൻ ആൻസറബിൾ ഒന്നുമല്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അവർ നമ്മളെ വിട്ടുപോകും. വൈഫ് എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് നമ്മുടെ കൂടെ ലൈഫ് ലോങ്. ഇത് കംപ്ലൈൻറ്റ് ബ്രദേഴ്സും ബാക്കി എല്ലാവരും ഓരോ വഴിക്ക് പിരിഞ്ഞു പോകും. നമ്മുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ആ വ്യക്തിയാണെന്ന് ആ വ്യക്തിയോട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതല്ലാതെ ഞാൻ ആരോടും എനിക്ക് ഇതില്ല. എനിക്ക് സൊസൈറ്റിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണോ ജീവിക്കാൻ? ഇപ്പോൾ താൻ പറഞ്ഞില്ലേ ഓവർ തിങ്കിങ്ങിന്, ഞാൻ അതിൻ്റെ അടുത്തൊരു ഇതെന്നറിയോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ഹെൽത്ത് പോയി നാളെ ഞാൻ കിടപ്പായ എന്ത് ചെയ്യും? അതിനേക്കാൾ വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ. ഒരു സാമ്പത്തിക പ്രശ്നം വന്നു, അല്ലെങ്കിൽ വേറൊരു ഇഷ്യൂ വന്നു, ഒരാൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നം. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കും, മനസ്സിലായില്ലേ, വിട്ടേക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പം ഭയങ്കര സമാധാനമായി. ഇത് ഞാൻ പണ്ട് വരെ ഇതിനെ മദർ പഠിപ്പിച്ച, നമ്മൾ സൊസൈറ്റിയെ പേടിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ അതിനെ നേരം കാണുള്ളൂ. അവർ എന്നെക്കുറിച്ച് നല്ലത് പറയണം, ഇവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം, അതുണ്ടാവില്ല. നമ്മുടെ അയലോക്കത്തിരുന്ന് നമ്മുടെ കുറ്റം പറയുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന നമ്മുടെ അയലോക്കക്കാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇതൊക്കെ ഉണ്ട്, അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ പെർഫെക്റ്റ് അല്ല, ഒത്തിരി കുറ്റവും കുറവുമുണ്ട്, അത് ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. എൻ്റെ മുഖത്ത് നോക്കി 1-2 പേര് ചില സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആണോ എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ കഴിവ്, എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ചെയ്തെന്ന് പറഞ്ഞപ്പം പുള്ളി കുറച്ച് നേരം ഇങ്ങനെ കേട്ടോ, അല്ല ഞാൻ ഉദ്ദേശിച്ചു, ചേട്ടൻ എങ്ങനെ ഉദ്ദേശിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അല്ല ഞാൻ എന്തിനാണ് ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകുന്നത്? അവരങ്ങനെ ചിന്തിച്ചോട്ടെ, അത് അവരുടെ കാഴ്ചപ്പാട്, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ആസ് ലോങ് ആസ് എന്നെ ഫിസിക്കലി ഉപദ്രവിക്കാത്തടത്തോളം കാലം എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്ത് വേണേലും പറഞ്ഞിട്ട്. നമുക്ക് ആരുടെയും വായടയ്ക്കാൻ പറ്റത്തില്ല അല്ലേ. ഞാനൊരിക്കൽ നമ്മുടെ എൻ്റെ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു സാബുറാം എന്ന് പറഞ്ഞു, മെമ്മറീസ് ഷൂട്ട് ചെയ്തുകൊണ്ട് എന്തോ വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ലൊക്കേഷൻ നിൽക്കും. അപ്പോൾ ഞാൻ സാബുവിനോട് പറഞ്ഞു എനിക്ക്, അപ്പോൾ സാബുവിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്, ഈ കോകിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂമൻ്റെ ആർട്ട് ഡയറക്ടറായിരുന്നു, പുള്ളിയാണ് അസിസ്റ്റൻ്റ്. എന്തോ വർത്താനം പറഞ്ഞിട്ടുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സാബു എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ലൊക്കേഷൻ കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് അവിടെ പോയിരിക്കുമ്പോൾ ഹോട്ടലിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കുറ്റം പറയുന്നുണ്ട്, നിങ്ങളുടെ എൻ്റെ വർക്കിനെ കുറിച്ചെന്ന് പറഞ്ഞു. പെട്ടെന്ന് രാജീവോടെ ചിരിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഞാൻ പറഞ്ഞു എനിക്കറിയാം, അതുപോലെ തന്നെ നിന്റെ കുറ്റം ഞാനും പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അവർക്ക് എന്ത് പറയാനും. ഇതിപ്പം ചിത്തു ജോസഫ് എന്ന സംവിധായകൻ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫുൾ ടൈം ഈ ഒരു ഷൂട്ടിംഗ് സമയത്ത് ആക്ടിങ്ങിന് അപ്പുറം ചില കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ടോ? പിന്നെ ഫാമിലി ലൈഫ്, ഫാമിലിക്ക് ലൈഫിലുള്ള ഇമ്പോർട്ടൻസ്, പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഇപ്പൊ കൂമൻ ചെയ്യാൻ ഞാൻ പോയി ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും ഞാൻ ക്ലോസ് ആവുന്നത് അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിലും ലൊക്കേഷനിലും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്കിത് ദൃശ്യം ചെയ്ത അങ്ങനെ ഇത്ര വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സംവിധായകന്റെ ലൊക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു പേടിയിലും ബഹുമാനത്തിലും ഒക്കെ ചെന്നത്. പക്ഷെ വളരെ കൂളായിട്ടുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യനാണെന്നും അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്നും എന്താ ചെയ്യേണ്ടതെന്നും കൃത്യമായ ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കിയത് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ്. ഇപ്പം എപ്പോഴും ഇപ്പം ഇങ്ങനത്തെ ഹിറ്റ് സിനിമകളെ സമ്മാനിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത സിനിമ ഇപ്പം ദൃശ്യം 3 വരാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമാണ്. ഇപ്പം ദൃശ്യം 1ഉം 2ഉം ഇത്രയും ഹിറ്റ് ആവുന്ന സമയത്ത് 3ന്റെ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ എഴുത്ത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട്, ഇത് ആളുകൾക്ക് ഇഷ്ടമാവും ഇത്രയും ഹിറ്റുകൾ കൊടുത്ത്. ശരിക്കും ആ ഒരു ഡയറക്ടറിന്റെ പ്രോസസ്സിങ് എന്താ നടക്കണേ? ബേസിക്കലി അതൊരു ബാഗേജ് ഉണ്ട്. നമുക്ക് ആൾക്കാർ 2ന്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ലെവലിൽ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ഒക്കെ പ്രതീക്ഷിച്ച് വരുന്നതാണെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. ഞാൻ ഒരു നല്ല സിനിമ, ഒരു തേർഡ് എൻ്റെ ഒരു തോട്ടിൽ ഞാൻ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, അതൊരു നല്ല സിനിമ ആയിരിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അത് ഈ സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനകത്ത് ഞങ്ങൾക്ക് കണ്ടെത്താവുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി റെക്ടിഫൈ ചെയ്തിട്ട് ഞാൻ ആ സിനിമ ഇറക്കും. ആ സിനിമ നന്നായിട്ട് ഓടിയാൽ സന്തോഷം, ഇനി അത് ഓടിയില്ലേ ഓക്കെ കുഴപ്പമില്ല, എവിടെയോ എനിക്ക് പാളിപ്പോയി അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, ഞാൻ അതുകൊണ്ട് ഇപ്പം പോയി ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാൻ അതേയും അടിക്ക് അടുത്ത സിനിമയുണ്ട്, അതിൻ്റെ പരിപാടിയായിട്ട് ഞാൻ നീങ്ങും, അത്രയേ ഉള്ളൂ. അതിപ്പോൾ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും ഞാൻ അതിനെ അങ്ങനെ എടുക്കുന്നുള്ളൂ. അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ഉണ്ട്, അത് വേണം, അത് നല്ലതാണ്. ഈ സക്സസ് മാത്രം വന്നാലൊക്കെ നമുക്ക് പല ഇതുണ്ട്. അപ്പം ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എനിക്ക് വേണം. നമ്മൾ കുറച്ചങ്ങ് ലൈഫ് അങ്ങ് പോയി, ഞാൻ ഈ സിനിമയിൽ വന്ന് ഇത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഒത്തിരി മാറ്റം വന്നത്, എനിക്ക് ഒത്തിരി, ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു, എല്ലാത്തിനും എന്നെ ഇത് ചെയ്യാനും ക്രിറ്റിസിസം ഫേസ് ചെയ്യാൻ പഠിച്ചു, അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ഫെയിം എനിക്ക് പണ്ടേ വലിയ അങ്ങനത്തെ ഒരു ഇതല്ല. ഞാനൊരു നാട്ടിൻപുറത്തൊരു കൃഷിക്കാരൻ, അങ്ങനത്തെ ഒരു ബാക്ക്ഡ്രോപ്പ്, എൻ്റെ മനസ്സിപ്പോഴും അതാണ്. ഞാൻ വീട് വെച്ചിരിക്കുന്നവരെ ടൗണിൽ നിന്ന് മാറിയാണ്, എനിക്ക് അങ്ങനത്തെ ഒരു ആംബിയൻസ് ഒക്കെ ഇഷ്ടം, അങ്ങനത്തെ ഒരു ലൈഫ്. സിനിമ കഴിഞ്ഞാൽ വീട്ടിൽ പോകും അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഫെയിം ഒന്നും എന്നെ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ക്രിറ്റിസിസവും ചില കുറ്റപ്പറച്ചിലും ചില ഇതും
പണ്ടൊരു പേരിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായില്ലേ, ഏതാണ്ട് മറ്റേ പിന്നെ യേശു അല്ല കേശു ഈ വീടിൻ്റെ ആ സമയത്ത് യേശു എന്നുള്ള പേര് എന്തൊക്കെ പിന്നെ ഭയങ്കര കോൺട്രവേഴ്സി വന്നു. അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ ഇപ്പം ഞാനൊരു ക്രിസ്ത്യനാണല്ലോ, അതെ എൻ്റെ അടി ഇതിൻ്റെ താഴെ വന്നിട്ട് ഇവൻ്റെ അപ്പൻ എന്തോ നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കയറി അപ്പനും അമ്മയ്ക്കും ഒക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഇതൊന്നും വായിക്കാറില്ല. അപ്പം ലിൻ്റെ വന്നിട്ട് എന്നോട് പറഞ്ഞു അതിൻ്റെ അടി ആയിക്കോട്ടെ പറഞ്ഞോട്ടെ, ഇപ്പം എന്താ കാര്യം, ഇപ്പം ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫാണ്. നമുക്ക് എല്ലാവരും ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല, അതിന് ശ്രമിക്കാതിരിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സന്തോഷം നോക്കി. ഇപ്പം പുതിയ പോളിസി, ഞാനിപ്പോൾ പുതിയൊരു പോളിസിയിലേക്ക് വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തിങ്ക് അബൌട്ട് മൈസെൽഫ് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഒരു സ്പേസ് വേണം. നമ്മുടെ ഹാപ്പിനെസ് ഞാനിത് ഈയിടെ 1-2 പേര് വഴി അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. മീ ടൈം എന്നൊക്കെ പറയുന്നത് അത് എല്ലാവർക്കും വേണം, പിള്ളേർക്കായാലും അപ്പനായാലും അമ്മയ്ക്കായാലും എല്ലാവർക്കും വേണം. അത് കുറച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കണം. പക്ഷെ അത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കിക്കൊണ്ടാവാൻ പാടില്ല. എപ്പോഴും നിങ്ങളുടെ സൈക്കോളജി ക്ലാസ് ആയി ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ചിത്രസാധനം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ തിരക്ക് പിടിച്ചൊരു ജീവിതമായിരിക്കും, ചിലപ്പോൾ പല കാര്യങ്ങളും മിസ് ചെയ്യും. ഇപ്പം സിനിമയിൽ സജീവമായി നിൽക്കുന്നവരുടെ കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ്, ഫാമിലി ആയിട്ടുള്ള ടൈം കുറച്ച് സമയം കിട്ടും. പക്ഷെ കിട്ടുന്ന സമയം നിങ്ങൾ എങ്ങനെയാ അതിനെ യൂസ് ചെയ്യണേ, മനോഹരമാക്കി തീർക്കണം എങ്ങനെയാ? ഫാമിലിയെ കൊണ്ട് അങ്ങോട്ട് ട്രിപ്പ് പോവുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ തന്നെ. ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക, അതൊക്കെ തന്നെ. നമുക്ക് കിട്ടാത്തതിനെ പറ്റി ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, കിട്ടിയതിനെ പറ്റി ഓർത്ത് സന്തോഷിക്കുക എന്നുള്ളതല്ലേ. ഇപ്പൊ എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റുക, സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ അത് നന്നായിട്ട് ഉപയോഗിക്കുക, നന്നായിട്ട് ആസ്വദിക്കുക. അപ്പൊ ഇത് കിട്ടിയതുകൊണ്ട് എനിക്ക് അതൊക്കെ പോയെന്ന് പറഞ്ഞ് പോയതിനെ പറ്റി വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഇത് എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടികളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ വീക്കെൻഡ്സ് ഇപ്പൊ എറണാകുളത്താണ് ഷൂട്ടെങ്കിൽ അത് ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. നമ്മളും ഈ പറയുന്ന പോലെ രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ അതിനൊരു സമയമുണ്ട്. അല്ലെങ്കിൽ വീക്കെൻഡ്സ് ഇവർ ലൊക്കേഷനിലേക്ക് വരും. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കും. അല്ലാതെ ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചോണ്ടിരുന്ന കയ്യിലുള്ളതും കൂടെ പോവുള്ളൂ. ഇപ്പൊ മലയാളത്തില് ഒരു സൂര്യായിട്ടാണ് ആസ്വദിക്കണം നമ്മൾ കാണാം. എവിടേക്കോ ഒരു ചായ കാച്ചലുണ്ട്, തോന്നിയിട്ടുണ്ടോ? മലയാളത്തിലെ സൂര്യ ശരിക്കും ശരിക്കും നമ്മൾ പറയാറുണ്ട് കേട്ടോ, എവിടെയൊക്കെയോ സൂര്യ സാറിന്റെ ഒരു ചായ കാച്ചൽ ആസ്വദിക്കുന്നുണ്ട്. അത് ഇവളുടെ ഇപ്പൊ കമ്മിങ് സൂൺ ഇവളുടെ കൂടെ ഇരുന്നിട്ടായിരിക്കും. ഇപ്പൊ അവിടെ പോയിട്ട് ധൻ സാറിന്റെ കൂടെ സൂര്യ സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു. ഇപ്പൊ മലയാളത്തിൽ തിരിച്ചു പോകുന്നതിന് മുമ്പ് തിരിച്ചു വരുമ്പോൾ ശരിക്കും ആ ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമുക്ക്. ഇവളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് കേട്ടോ. ഇതെല്ലാം ആണെങ്കിലും ഇവിടെ വരുമ്പോ ഞങ്ങള് കാണുമ്പോ ഒരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ തന്നെ പേഴ്സണലി കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഞാൻ കുറെ കൂടെ നല്ല സൗകര്യത്തിലൊക്കെ പോയി സിനിമകൾ ചെയ്തിട്ട് വരുമ്പോ തിരിച്ച് മലയാളത്തിലേക്ക് വരുമ്പോ അവർക്ക് കുറെ പുതിയ കണ്ടീഷൻസ് വരും. ഇത്ര മണിക്കൂറേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കൂടെ ഇത്രയും സ്റ്റാഫ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ കുറച്ച് ബിൽഡപ്പ് അതിന്റെ കൂടെ തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെ ഒന്നും ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഭയങ്കര സന്തോഷമുണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. ഡെഫിനറ്റ്ലി ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ എല്ലാം വർക്ക് തന്നെ. ഇവിടെയും നമ്മൾ ചെയ്യുന്ന സിനിമ, അവിടെയും ചെയ്യുന്ന സിനിമ, എല്ലാം വർക്ക് തന്നെയാണ്. നമ്മൾ ഒബ്വിയസ്ലി ആരാധിക്കുന്ന ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അത് ഇവിടെ ആണെങ്കിലും ശരി, ഏത് ലാംഗ്വേജിലാണെങ്കിലും. അതിപ്പോൾ വെറുതെ ഒരു സെലിബ്രിറ്റി നമ്മളൊരു അവാർഡ് ഷോന് കാണുമ്പോൾ പോലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ സുധാ മാമിനെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ ഇർദി സുട്ര ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊരു ദിവസം ഒരിക്കൽ ഫിലിം ഫെയറിന് പോയപ്പോൾ ഇങ്ങനെ കാണണം എന്ന് ഭയങ്കര, എനിക്ക് മിണ്ടാനൊന്നും പറ്റിയില്ല. ഞാൻ ദൂരെ നിന്ന് എവിടുന്നോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ മൊമെന്റ്സ് എനിക്ക് ഇപ്പോഴും എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ ഗെറ്റ് വെരി എക്സൈറ്റഡ് ടു മീറ്റ് പീപ്പിൾ. എനിക്കിപ്പോ ഓർമ്മ പണ്ട് 4 പൊറോട്ട തിന്ന കഥ പറയുന്നതായിരുന്നു. ഇപ്പൊ ഇന്റർവ്യൂവിന് പോണതിന് മുന്നേ ഇവിടെ എന്നോട് പറയാം പൊറോട്ട കഥ പറയും. ഞാനിപ്പോ പൊറോട്ട കഴിക്കുന്നത്. ഓക്കെ, ഇപ്പം കരിയറിൽ ഇപ്പൊ ഒരുപാട് ഗ്രോത്ത് സംഭവിക്കും. ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരുടെയും ഒരു 2025 നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കരിയറിൽ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. സോ ഒരു ബാക്ക് സ്റ്റോറി, ഇപ്പോഴും ഹാർഡ് വർക്കിന് ചെയ്യുന്ന, അല്ലെങ്കിൽ സിനിമയിൽ സജീവമായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ സിനിമയിൽ ഒരു സിനിമയെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ചിലപ്പോഴൊക്കെ ആസിഫിക്ക് അവർക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്.
കാരണം ഇന്നിപ്പം ആസിഫിക്കന്റെ ഓരോ സിനിമകൾ റിലീസാവും, അത് ആളുകൾക്ക് ഇഷ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അതിന്റെ കൂടെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അതിന്റെ ഒരു നമ്മുടെ ഗ്രോത്തിന്റെ കൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളും ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് തീരുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതെങ്ങനെയാ ആസിഫിക്ക കാണാൻ? വല്ലാത്ത ഞാനിപ്പോ ആക്ച്വലി ആലോചിച്ചു ഞാൻ കട്ടായി പോയത്. അതായത് ഗ്രോത്തിനുള്ള എനിക്ക് മനസ്സിലായില്ല, അതാ എനിക്കത് മനസ്സിലായി. ചോദ്യത്തിനകത്ത് ഞങ്ങൾക്കത് ഒരു ചെറിയ ക്ലാരിറ്റി കുറവ് തോന്നി. സെക്കൻഡ് ഹാഫിൽ ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. ഇപ്പൊ ആസിഫിക്കന്റെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അതിന്റെ കൂടെ തന്നെ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. ബാസിന്റെ ഫാൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ആളുകള്. സോ അങ്ങനെ എന്താ പറയാ, നമുക്ക് അത് ഭയങ്കര ധൈര്യം. അപ്പൊ അങ്ങനെ കൂടെ നിൽക്കുന്നതിന്റെ കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു നമുക്ക് പേഴ്സണലി പരിചയങ്ങൾ ഉണ്ടാവണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ സിനിമയിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനും ഹക്കീമും ഒക്കെ വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതാണ്. അപ്പൊ അതെ, അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ധൈര്യമാണ് ഈ ആഗ്രഹിക്കാൻ. നമുക്ക് അച്ചീവബിൾ ആണ് ഇങ്ങനെ ഒരു പരിപാടി എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം നമ്മളോടൊക്കെ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നത്. എപ്പോഴും എന്നോട് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ സക്സസ്ഫുൾ ആണ് നമ്മൾ വിചാരിക്കാൻ പാടില്ല ഒരിക്കലും. ഞാനിപ്പോ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് നമ്മളായിട്ട് അത് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരിക്കലും സേഫ് അല്ല എന്നാണ് എന്റെ എപ്പോഴും അതാണ്. എനിക്ക് ഇനിയും നന്നാക്കാൻ പറ്റും, ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും, എന്റെ പൊട്ടൻഷ്യൽ ഇനിയും എനിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ആ ഒരു അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഓക്കെ ഇപ്പൊ ഞാൻ സെറ്റാണ് എന്ന് വിശ്വസിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അത് പണിയായിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരിക്കലും എന്റെ കരിയറിൽ ഇന്ന് വരെയുള്ള ഒരു ദിവസം പോലും ഞാൻ സേഫ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ഓക്കെ ഐ എം ഡൂയിങ് വെൽ എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എനിക്കത് ചെയ്യാൻ പറ്റൂല. ഇപ്പം ദൃശ്യം 3ന്റെ കഥകൾ ഒത്തിരി പേര് അയച്ചു തരുന്നുണ്ട് ഞാൻ കേട്ടത്. ഒന്നും വായിക്കുക പോലും ചെയ്യാതെ ഡിലീറ്റ് ആക്കി കളയാണ്. സ്വന്തം നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ നമ്മുടേതായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ദൃശ്യം 3 വരണം എന്നതാണ് ആഗ്രഹം. അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ദൃശ്യം 3 വരുമ്പോ ഒരു ഇപ്പൊ കുറ്റബോധമുള്ള ഒരു നായകനായിരിക്കോ ഈ സിനിമയില്? ഇതിപ്പോ ഞാൻ കഥ എന്താന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ മിറാഷിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ വന്നിട്ട് മിറാഷിനെ ഒഴിവാക്കി കളയുകയാണോ എന്നുള്ളൊരു സങ്കടത്തിരിക്കുകയാണ്. അല്ല, അത് ബേസിക്കലി ഞാനത് എഴുത്തിലാണ്. അതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ ഒന്നും പറയുന്നത് ശരിയല്ല, പറയാൻ പാടില്ല. അതുകൊണ്ട് കാരണം അതെന്നാന്നറിയോ, എൻഡ് ഓഫ് ദ ഡേ ക്യൂരിയോസിറ്റി എനിക്ക് മനസ്സിലാവും, അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു സുഖം നഷ്ടപ്പെടും. ഇപ്പം ഇത് ടൈപ്പ് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഫസ്റ്റ് ഫിലിം തൊട്ട് എൻ്റെ ജെയിംസ് ഉണ്ട്. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ടൈപ്പ് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവന് 2 ആൺപിള്ളേരാ. ആ പിള്ളേർ അതുവഴി പോയി കഴിഞ്ഞപ്പം എന്താ ദൃശ്യമാണോ? അപ്പോൾ പെട്ടെന്ന് ഇവൻ പറഞ്ഞു അല്ല. അവരങ്ങ് പോയി. ഇത് കഴിഞ്ഞ് എപ്പോഴോ 2ാമത്തെ ദിവസം ഞാനിത് പേപ്പറിൽ എഴുതിയിട്ട് അത് കൊടുത്തു വിടും. അവൻ അവിടെ നിന്ന് ടൈപ്പ് ചെയ്യും. എപ്പോഴും അവൻ പോയി ജോർജ് കുട്ടിയോ ഞാൻ കമ്പ്യൂട്ടർ ലോക്ക് ചെയ്തിട്ടോ. ശരിക്കും ഞാനിപ്പോ ആലോചിച്ചത് ആ മുറി തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ല, ക്യൂരിയോസിറ്റിയാ. അപ്പൊ പിള്ളേർ ചോദിച്ചു ഒന്ന് വായിക്കുന്നത് കുറച്ച്. അപ്പം ജെയിംസ് ഒന്നും പറ്റത്തില്ല ശരി അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ പിന്നെ അവരങ്ങ് പോയി. പലർക്കും ഭയങ്കര ക്യൂരിയസാ, ഒത്തിരി ആൾക്കാർ ക്യൂരിയസാ. അത് എനിക്ക് മനസ്സിലാവും, പക്ഷെ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റിയല്ല. ഞങ്ങൾ തിയേറ്ററിൽ കാത്തിരിക്കും. അതെ, അതാണ്. ഇപ്പം നിരാശം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുള്ള പടമാണ്. ആൻഡ് ഈ പോസ്റ്റേഴ്സ് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കിട്ടിയുള്ളൂ, പക്ഷെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു പോസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. പോസ്റ്റിംഗ് ഡിസൈൻ രീതിയും ഭയങ്കര രസമായിട്ടുണ്ട്. സോ പ്രേക്ഷകർക്ക് ഓൾറെഡി കാത്തിരിക്കുകയാണ്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ സിനിമ? ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും. യെസ്. ഇപ്പം ജിത്തു ജോസഫ് പടങ്ങൾ പോലെ തന്നെ ആസിഫിക്ക പടങ്ങൾ പോലെ തന്നെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ ഇത് വന്ന് നേരിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.